ഈശോയിൽ പ്രേമുള്ളവരെ, ന്യൂ ഇയറിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം ഒരു വർഷം മുഴുവനും ദൈവം തന്ന അനുഗ്രഹങ്ങളെയൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു വർഷത്തെ അല്ല, ഒരു 6-7 വർഷത്തെ ജീവിതത്തെ അല്ലെങ്കിൽ ഇതുവരെയുള്ള ജീവിതത്തെ ഞാനിങ്ങനെ റിവൈൻഡ് അടിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് അല്ലെങ്കിൽ സർവൈവ് ചെയ്തു എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതകരമായിട്ട് തോന്നുവാണ്. ചില മനുഷ്യരുടെ ജീവിതം മറ്റുള്ളവരുടേതുപോലെയല്ല, വളരെ കഠിനമായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇവിടെയുള്ളത് കുറച്ചധികം നല്ല സാഹചര്യങ്ങളിലൊക്കെ ജനിച്ചു വളരുന്ന സാമ്പത്തികമായ സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഫിനാൻഷ്യൽ കുഴപ്പമുള്ളവരായിരുന്നു, പക്ഷെ അവർ അധ്വാനിച്ച് സാമ്പത്തികമായ ഉന്നമനത്തിലേക്കൊക്കെ വന്നിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിനിടയിലാണ്. അതായത് അവർക്ക് അവരുടേതായ ബിസിനസ്സായിട്ട് ആയിക്കോട്ടെ, അവരുടേതായ ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, എല്ലാം ഓൾമോസ്റ്റ് പോസിറ്റീവാണ്. ഞാനിവിടെ വന്നിട്ട് ഇപ്പം ഈ പല കാര്യങ്ങളുണ്ടല്ലോ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ചൈൽഡ്ഹുഡ് ട്രോമ, മെൻ്റൽ അബ്യൂസ് അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ്, അല്ലെങ്കിൽ ടോക്സിക് പാരൻറ്റിങ്, ഇങ്ങനെയുള്ള കുറേ വൈകല്യങ്ങളെക്കുറിച്ച്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞാനിതൊക്കെ വിചാരിക്കും. ഇവരോട് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അപ്രോപ്രിയേറ്റാണ്, ഇതൊന്നും യോജിക്കുന്നില്ല. ഇവിടുത്തെ ഒരു ആളുകൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവണമെന്നില്ല. കാരണം ഇവരുടെ ലൈഫൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയിട്ടുള്ളതായിരിക്കും. പക്ഷേ ഞാനിത് യൂട്യൂബിലൊക്കെ പറയുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന മനുഷ്യരെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിക്കാറുണ്ട്. അതായത് എന്തൊരു വ്യത്യസ്തതയാണ് പലരുടെയും ജീവിതങ്ങൾ തമ്മിലല്ലേ. നമ്മുടെ ജീവിതത്തിലുണ്ടായ പല ദുരിതങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരും വളരെ കുഴപ്പമില്ലാതൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്ന മനുഷ്യരും ഭൂമിയിലുണ്ട്. നമ്മുടെ ചിലരുടെ ജീവിതമാണെങ്കിലോ എന്ത് ചെയ്താലും തുഴഞ്ഞിട്ട് കരക്കെത്താത്ത രീതിയിലുള്ള ഒരു ജീവിതമായിട്ടുണ്ട്. അപ്പം അടുത്ത എൻ്റെ ജന്മദിനത്തിൽ ഞാൻ കേക്ക് മുറിക്കുമ്പോൾ കേക്കിൽ എഴുതുമെന്ന് വിചാരിച്ചിരുന്നത് സർവൈവ്ഡ് എന്നാണ്. കാരണം അത്രയേറെ പ്രശ്നങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും മാനസിക സംഘർഷങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്നിട്ട് ഇനി ഇതിലെല്ലാം ഉൾപ്പെടുന്ന വേദനകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു ജീവിതം. അത് ദൈവത്തിലെത്തിയപ്പോൾ മാത്രമാണ് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലായത്. അപ്പം നിങ്ങളിൽ കുറച്ച് പേർക്ക്, എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. ഇതൊക്കെ കാണുന്നവരെ ദൈവമാണ് ഇത് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കണക്ട് ചെയ്യാൻ പറ്റുന്നവരാണ് ഈ ചാനലിലേക്ക് വരുന്നത്. അപ്പം നിങ്ങളുടെ ചിലരുടെ ജീവിതം ഇതുപോലെ ആയിരിക്കും. ചെറുപ്പം മുതലേയുള്ള പലതരത്തിലുള്ള സ്ട്രഗിളുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾക്ക് ട്രോമാസ് ഉണ്ടായിരിക്കും. മനസ്സ് നിങ്ങളുടെ പലതവണകളായി മുറിവേറ്റിട്ടുണ്ടാകും, ഷാറ്റേഡ് ആയിട്ടുണ്ടാകും, ആടി ഒലഞ്ഞിട്ടുണ്ടാകും. മനസ്സ് നിങ്ങളെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെയൊക്കെ നിങ്ങളുടെ മനസ്സ് കടന്നു പോയിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ പലതും ശരിയായിട്ടുണ്ടാവില്ല. നിങ്ങൾ പഠിച്ചിട്ട് എവിടെ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ജോലി ഇല്ലാത്തൊരു യങ്സ്റ്ററോ അല്ലെങ്കിൽ പഠിച്ചിട്ടൊന്നും സക്സസ് ആവാത്ത ഒരാളോ, ഇപ്പോൾ നിങ്ങൾ നേഴ്സിങ്ങിന് വിട്ടു, പക്ഷെ എന്തോ കാരണം കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ നേഴ്സായി, പക്ഷെ നിങ്ങൾ നേഴ്സായില്ല. നിങ്ങൾക്ക് നേഴ്സാകുന്ന ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ട് വന്നു, നിങ്ങൾ തിരിച്ചു വന്നു. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രണയത്തിൽ പെട്ടിട്ടുണ്ടാവും, അത് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ടുണ്ടാവും, നാട്ടുകാരും വീട്ടുകാരൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴേലും ഒരു ചൈൽഡ്ഹുഡ് അബ്യൂസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതിൻ്റെ മുറിവ് കാരണം നിങ്ങൾക്ക് ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്കൊന്നും മുന്നോട്ട് ചെയ്യാനോ പറയാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടാവും. ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇങ്ങനെ പഠനത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര കഴിവുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവരെ പോലെയോ നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ പോലെയോ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചേരാൻ അറിയുന്നുണ്ടാവില്ല. ലൈഫിന് അങ്ങനെ പ്ലാൻ ചെയ്ത് ലൈഫിൽ ഇതാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതൊക്കെ പോട്ടെ, നിങ്ങളിതെല്ലാം 100% ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ അറിവും വെച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ? അപ്പോൾ തോൽവികൾ, എന്ത് ചെയ്താലും രക്ഷപ്പെടാത്ത അവസ്ഥ, ഞാൻ പറഞ്ഞതുപോലെ അബ്യൂസുകൾ, മെൻ്റലുള്ള നിങ്ങളുടെ സ്ട്രഗിളുകൾ, ഇങ്ങനെ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഞാൻ അവരെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആയിരിക്കുന്ന സമൂഹം വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. വളരെ ഫിനാൻഷ്യൽ സ്റ്റേബിളായ എല്ലാ തരത്തിലും ഉയർന്നു നിൽക്കുന്ന സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്ന ഒരു സമൂഹം. അവരോട് പോയിട്ട് ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകും. പ്രേമുള്ളവരെ, നിങ്ങളോട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതമല്ല എൻ്റെ. എന്താ സംഭവിക്കണേന്ന് തന്നെ നമുക്കൊരു പിടുത്തമില്ല ജീവിതത്തിൽ. എങ്ങനെയാണ് ഇത് ഇത്രയും ദുരിതം നിറഞ്ഞൊരു ജീവിതം എന്തിനാ ദൈവം തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മളൊരു അന്യരാവുന്ന ഒരവസ്ഥയാണ്.
നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ മാത്രം ഇങ്ങനെ ഒരു വട്ടത്തിൽ റെഡ് കളറിൽ വരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് മാത്രം ഓക്കെ അല്ല, ബാക്കി എല്ലാവരും കുഴപ്പമില്ല, അവരൊക്കെ എങ്ങനെയും ജയിച്ചോളും, ഇവിടെ എങ്ങനെ ജയിക്കുമെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്താലും പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോരും. ഇതിനൊക്കെ പുറകിൽ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിനെ ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ അന്വേഷണങ്ങൾ ഇതായിരുന്നു. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്ന ആരെയും എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റത്തെ, എന്തുകൊണ്ടാണ് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് വളരാൻ പറ്റത്തെ. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഞാൻ എന്ത് സാക്രിഫൈസും ചെയ്യും ഒരു ആളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി. മറ്റൊരാൾ, അതെനിക്ക് അപരിചിതമായ ഒരാളാണെങ്കിൽ പോലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ബുദ്ധിമുട്ടും ഏറ്റെടുക്കും. തൻ്റെ കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ഒരു കംഫർട്ടാക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തെറ്റാണ് ആ ഒരു രീതി, പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ബിഹേവിയർ ഉള്ള ഒരാളായിരുന്നിട്ട് പോലും, അതായത് ഒരു ദ്രോഹവും മറ്റുള്ളവർക്ക് ചെയ്യണ്ട, അത് ഞാനങ്ങ് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് വിചാരിക്കുന്ന ഒരാളായിട്ട് പോലും, സ്വന്തം അഭിപ്രായങ്ങൾ പറയാത്ത, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് എനിക്കിത് മതി എന്ന് പോലും ധൈര്യത്തോടെ പറയാൻ കഴിയാത്ത ഞാനായിരുന്നിട്ട് പോലും എന്നെ വെറുക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടം എനിക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. ഇതിനോടെല്ലാം എങ്ങനെ പോരാടണമെന്നറിയാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, ഞാൻ പറഞ്ഞതുപോലെ വെക്കുന്ന കാലെല്ലാം കുഴിയിലേക്ക് പോവുകയാണ്. ഒരു ഇടം കണ്ടെത്താൻ പറ്റുന്നില്ല, കാല് വെക്കാൻ ഒരു ഇടം ഭൂമിയിൽ കണ്ടെത്താൻ പറ്റുന്നില്ല. എല്ലാ തരത്തിലുമുള്ള സ്ട്രഗിളുകളാണ്. ഒന്ന്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ മനസ്സിലാക്കാത്തതും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതും നമ്മുടെ പ്രശ്നങ്ങളിൽ അവർക്ക് അത് മനസ്സിലാകാത്തതും ഒരു സൈഡ്. പോരാത്തതിന് അടിക്കടി ഓരോ ദുരനുഭവങ്ങൾ, അത് മോശം അഭിപ്രായങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നതായിക്കോട്ടെ, നമ്മളെ മോശമായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്നതായിക്കോട്ടെ, അതൊന്നും ചെറിയ തോതിലല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്, വലിയ വലിപ്പത്തിലാണ് വരുന്നത്. അതായത് ഒരാൾ എന്നെക്കുറിച്ച് മോശം പറഞ്ഞാൽ എനിക്ക് അന്നേ ദിവസം ഉറങ്ങാൻ പറ്റാത്ത ഒരാളാണ് ഞാനെങ്കിൽ, എന്നെക്കുറിച്ച് മോശം പറയുന്ന ഒരു നാട് മൊത്തമാണെങ്കിലോ, അതേസമയം അവർ പറയുന്ന കാര്യം ഞാൻ ചെയ്തിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം അവർക്ക് എന്നെ മനസ്സിലാകാത്തത് കൊണ്ടാണ് അവരെന്നെ പറയുന്നതെങ്കിലോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു 33 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തമില്ല. എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മഹായുദ്ധം കഴിഞ്ഞ പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് 2024 കഴിയുമ്പോൾ എനിക്കുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ലിസ്റ്റിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പലതും പഠിക്കാൻ പോകും, കംപ്ലീറ്റ് ആയിട്ട് വരാൻ പറ്റില്ല, ഒരു ജോലിക്ക് പോകാനുള്ള ധൈര്യമില്ല, പുതിയ സിറ്റുവേഷനുകൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ആങ്സൈറ്റിയാണ്. ഇപ്പോൾ ടീച്ചിങ് ജോലി എനിക്ക് പരിചയമുള്ളതാണ്, പക്ഷെ വേറൊരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ സെൽഫ് ഡൗട്ടും, ശരി തന്നെയാണോ ഇങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ പെരുമാറണ്ടേ, ആര് പേടിപ്പിച്ചാലും നമ്മൾ പേടിക്കും. റോട്ടിൽ കൂടെ പോകുന്ന ഒരാൾ എന്തെങ്കിലും വഴക്ക് പറയുമ്പോഴേക്കും നമുക്ക് വിഷമവും, നമ്മൾ പേടിക്കും. അത്രയും സെൻസിറ്റീവായി, അത്രയും ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത, ഇങ്ങനെ പല തരത്തിൽ ഒരു മനുഷ്യൻ നേരിടുന്ന പലതിനെയും നേരിട്ട് കടന്നു വന്നിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങളിൽ പലർക്കും ഇതുപോലത്തെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇതെല്ലാം ലോകത്തിൽ നിൽക്കുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡിലാണ് ഇതെല്ലാം മനസ്സിലാക്കപ്പെടുക. പക്ഷേ ജീവിതത്തിൻ്റെ ഈ അനുഭവങ്ങളുടെ അടിയിൽ നിങ്ങളിങ്ങനെ എഴുതണം ദൈവം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഈ ദൈവത്തിനും അപ്പുറത്തേക്ക് ഇതേ അനുഭവങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ് എന്നതാണ് ശരിക്കും ആത്മീയത നമുക്ക് തരുന്ന ആശ്വാസം. ഞാൻ ഈ 4 ദിവസമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ സ്പിരിച്വാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഇപ്പോൾ എന്നെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളെ ഞാൻ കാണുമ്പോൾ ഞാൻ തിരിച്ചു പറയാം. എന്തിനിപ്പോൾ തിരിച്ചു പറയാം. അങ്ങനെ ഞാൻ തന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഞാൻ തന്നെ എന്നെ സഹായിക്കാം. അപ്പോൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ദൈവം എന്ന ചിന്തയിലോ വചനങ്ങളിലോ ഒന്നും ഞാൻ ഡിപ്പെൻഡ് ചെയ്യാതെ, ഞാൻ എന്നോട് ഒരാളെ മോശമായി പെരുമാറി ഞാൻ അതേ നാണയത്തിൽ പെരുമാറാം. അപ്പോൾ പിന്നെ അയാൾ ഇനി അടുത്ത തവണ മോശമായി പെരുമാറില്ലല്ലോ. പക്ഷെ ഞാൻ ഈ 4 ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എന്നെ കൊണ്ടത് പറ്റുന്നില്ല. ദൈവം നമ്മളെ നിസ്സഹായരായും ബലഹീനരായിട്ടും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സൃഷ്ടിച്ചതിന് പുറകെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, കാല് വയ്ക്കുമ്പോൾ താഴേക്ക് പോകുന്ന അനുഭവം അത് മാറിയിട്ട് ഭൂമിയിൽ നിങ്ങളുടെ ഇടം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഞാനിപ്പോഴും ഒരു ഇംപെർഫെക്റ്റ് പേഴ്സൺ തന്നെയാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഭൂമിയിൽ എവിടെ കാല് വെക്കണമെന്ന് എൻ്റെ അപ്പൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരു ഇടം എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഈ ഭൂമിയിൽ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ വഴക്ക് കൂടേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി ഞാൻ മറ്റുള്ളവരെ തള്ളി കളയേണ്ട ആവശ്യമില്ല, കോമ്പറ്റീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ അപ്പൻ എനിക്ക് തന്ന ഒരിടം ഈ ഭൂമിയിലുണ്ട് എന്ന തിരിച്ചറിവ് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതിന് ശേഷം എനിക്കുണ്ട്. ദൈവ അനുഭവത്തിലേക്ക് വന്നാൽ മാത്രം ശരിയാകുന്ന, അതുവരെ ഇങ്ങനെ ആടി വളയുന്ന ഒരു ജീവിതമാകും നിങ്ങളുടെ. പക്ഷെ സ്പിരിച്വാലിറ്റി, ദൈവം എന്നൊരു എക്സ്പീരിയൻസിലേക്ക് വന്നാൽ മാത്രം നേരെയാവുന്ന, സ്റ്റഡി ആവുന്ന ഒരു ജീവിതമായിരിക്കും നിങ്ങളിൽ പലരുടെയും.
അപ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് തോന്നാണ് ദൈവമൊന്നും വിളിക്കണം, പ്രാർത്ഥിക്കൊന്നും വേണ്ട, സ്പിരിച്വാലിറ്റി ഒന്നും വേണ്ട, ഞങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ ഇപ്പം നമ്മളെങ്ങനെ പരിഹസിക്കുന്നവരുണ്ട്. നമ്മൾ എന്തെങ്കിലും പോകുമ്പോൾ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പ്രത്യേക രീതിയിൽ ടോണിലൊക്കെ സംസാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരോട്, ഞാൻ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കണക്ട്, അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു ചേച്ചി വന്നിട്ട് വെറുതെ വഴക്ക് പറഞ്ഞിട്ട് പോയി, എന്തൊരു അനാവശ്യമില്ലാത്ത കാര്യത്തിനാണ്. പക്ഷെ തിരിച്ച് അത് എന്തിനാ പറഞ്ഞതെന്ന് പോലും ചോദിക്കാനുള്ള ഒരു മാനസിക ധൈര്യം അപ്പോൾ കിട്ടിയില്ല. അത് കേട്ടപ്പോഴേക്കും വിഷമമായി, സങ്കടമായി, പിന്നെ അങ്ങനെ ഇരുന്നു. കോംപ്ലക്സുകളൊക്കെയുള്ള ഒരു സുഹൃത്താണ്. അത് നമ്മളിൽ പലർക്കും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ അവകാശങ്ങൾ പോലും നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഇവരൊക്കെ നമ്മളെ വന്ന് ചീത്ത പറയണമെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എന്തിനാ ഇവരൊക്കെ നമ്മളെ നെഗറ്റീവായിട്ട് പറയണം. അവനവനിൽ തന്നെ സഫിഷ്യൻ്റ് അല്ലാത്ത മനുഷ്യർ. ഇതിൽ മാറ്റം വരും. സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇത് മാറ്റം വരും. ഇപ്പം മറ്റെന്തിനും എന്നെ തളർത്താൻ കഴിയില്ല എന്ന തരത്തിൽ എനിക്ക് മാനസിക ബലം വെച്ചിട്ടുണ്ട് സ്പിരിച്വാലിറ്റിയിലോട്ട് വരുമ്പോൾ. അതേസമയം ഉള്ളിൽ ഞാൻ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് അത് കാണത്തില്ല. ഇവം ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ അവൾ കുറച്ചും കൂടെ ഒരു ആ സ്പിരിച്വാലിറ്റിയിൽ വളർന്നു കഴിയുമ്പോൾ അവൾ പറയും, ഞാനങ്ങനെ ചേച്ചി അങ്ങനെ പറയാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പ്രശ്നം അടിക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോഴും തിരിച്ചു പറയാൻ പറ്റുന്ന ലെവലിലേക്ക് അവൾ വളരണമെന്നില്ല. അപ്പം തിരിച്ചു പറയാനോ അല്ലെങ്കിൽ തിരിച്ച് നമ്മളോട് ദ്രോഹം ചെയ്യുന്നവരോട് തിരിച്ച് ചെയ്യാനോ ദൈവം നമ്മളെ അനുവദിക്കില്ല. നമ്മളെ ദൈവം നിസ്സഹായരായിട്ട് തന്നെ നിർത്തും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇല്ല അങ്ങനെയല്ല, ഞാൻ പ്രതികരിക്കാൻ പോവാണ്. ഞാൻ 1-2 റിയാക്ഷൻസൊക്കെ ചിലരുടെയൊക്കെ കൊടുത്തു. ഇത് എങ്ങനെയല്ല കേട്ടോ, എന്നെ നിങ്ങളിങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല കേട്ടോ എന്ന് ഞാൻ റിയാക്ഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു ഇരുട്ടിൻ്റെ ഒരു കണികയാണ് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം വീഴുന്നത്. പിന്നെ അത് വളർന്ന് ഹൃദയം മുഴുവനും പടർന്ന് ഇങ്ങനെ പിടിക്കുവാണ്. പിന്നെ ആ ഇരുട്ട് മുഴുവൻ നമ്മുടെ ദേഹത്ത് ചുറ്റുവലിയും. നമ്മുടെ മുഖവും നമ്മുടെ തലച്ചോറും നമ്മുടെ മനസ്സും എല്ലാം ഈ ഇരുട്ട് ചുറ്റുവലിയും. അതായത് നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ അത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾ തന്നെ ചെയ്യാതെ ദൈവത്തിന് ഏൽപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ പുറകിൽ നിങ്ങൾ ഇരുട്ടിലേക്ക് പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഇപ്പം എന്നെ കളിയാക്കുന്ന, എന്നെ മോശമായിട്ട് പറയുന്ന ഒരാളോട് ഞാൻ അതേ നാണയത്തിൽ പറയുമ്പോൾ അയാളിലുള്ള അതേ ഇരുട്ട് എൻ്റെ ഉള്ളിൽ വരികയാണ്. ആ ഇരുട്ട് എൻ്റെ ആത്മാവിൽ അന്ധകാരം നിറയ്ക്കുവാണ്. അന്ധകാരം എന്നത് ഡിവൈനിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പം ഞാൻ വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ഞാനൊരു സുഹൃത്തിനെ ഒത്തിരി സഹായിച്ചു. ആ സുഹൃത്ത് എന്നെ തിരിച്ചു എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആവശ്യം കഴിഞ്ഞപ്പോൾ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമായി. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സുഹൃത്താണ്. പക്ഷെ ഈ അനുഭവം ഉണ്ടായതിനു ശേഷം ഞാനിങ്ങനെ മനസ്സിനെ പറയുകയാണില്ല, ഇനി ഞാൻ അവനെ സഹായിക്കില്ല, ഞാൻ അവനെ കാണുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യ പോലും ഇല്ല, ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലൊരു നെഗറ്റിവിറ്റി നിറയമാണ്. അത് പിശാചിനൊരു ഇടം ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയാണ്. പിശാചിന്ന് മാത്രമല്ല, ഒരു നെഗറ്റീവ് എനർജിക്ക്, വെറുപ്പ് ഒരു നെഗറ്റീവ് എനർജിയാണ്. അത് നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഇമോഷനാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ക്ലാരിറ്റിയെ, നമ്മുടെ മനസ്സിലുള്ള നന്മയെ, നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ ഒക്കെ ഇങ്ങനെ ഇത്തൽക്കണ്ണി പോലെ വലിച്ച് ഊറ്റിക്കളയാൻ ഈ വെറുപ്പിന് സാധിക്കും. അതുകൊണ്ടാണ് ദൈവം ക്ഷമിക്കുക എന്ന് വീണ്ടും വീണ്ടും പറയണം. അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ശരി കർത്താവേ, നീയാണ് വലുത്, നീ പറയണത് കേൾക്കാം, നിനക്ക് ഞാൻ ഈ പ്രശ്നം തരികയാണ്, ഞാൻ എന്തുമാത്രം സ്നേഹിച്ചത് നിനക്കറിയാലോ, എന്നിട്ടാണ് അവരത് എന്നോട് ചെയ്തതെന്ന് നിനക്കറിയാലോ, നിനക്ക് തരുവാണ്, നീ അത് ഏറ്റെടുക്കുക, എന്നിട്ട് എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ തരിക. അപ്പോൾ ദൈവം നമുക്ക് ക്ഷമിക്കാനുള്ള കൃപ തരും. കർത്താവ് ഇതുപോലെയുള്ള ചില സിറ്റുവേഷനുകളിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിശബ്ദമായിട്ട് സഹിക്കുക, അതിന് ഫലമുണ്ടാകും, സാരമില്ല, കാലം അതിനെല്ലാം മറുപടി തരും. അതായത് ടൈം വിൽ ഹീൽ എന്ന് പറയില്ല, അതുപോലെ തന്നെ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഒരിക്കലും നമ്മളെ വേദനിപ്പിച്ചവർ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ പറയാൻ പാടില്ലായിരുന്നു അല്ലേ, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നില്ല, അല്ലെങ്കിൽ അവൾ നല്ല അങ്ങനെ തന്നെയായിരുന്നു, അവൾ പറഞ്ഞായിരുന്നു ശരി, അങ്ങനെയൊക്കെ പറയുന്നൊരു കാലം വരും. പക്ഷെ ആ കാലത്തിലേക്ക് ഇത് കൊടുക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ഇത് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ആ സമയത്ത് ഉണ്ടാവണം. നിങ്ങൾ തന്നെ ഇതിനോടൊക്കെ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ നേരിടുന്നത് ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതരുത്. പ്രത്യേകിച്ച് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണെങ്കിൽ നിങ്ങൾ നേരിടുന്നത് ഒരു നെഗറ്റീവ് ശക്തിയാണ്. അതിന് ഇത്രയേ ആവശ്യമുള്ളൂ, നിങ്ങളും അവരെ പോലെ തന്നെ ആവുക. അപ്പോൾ അവിടെ നിന്ന് ചീത്ത പറയുന്ന ഒരാളാണെങ്കിൽ ചീത്ത പറയുന്ന ഒരാളായി നിങ്ങൾ മാറുക. നിങ്ങൾ ക്ഷമിക്കുമ്പോഴാണ് നിങ്ങൾ മറ്റേ ആളെ അപ്സെറ്റ് ആക്കുവാണ്. നിങ്ങൾ ഇയാളിപ്പോൾ എന്ത് തിരിച്ച് പറയാത്ത, അപ്പോൾ നമ്മൾ ഇതാവാണ്. അപ്പം നമ്മളിവിടെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടണം, എനിക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ, ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഒരു 1.5 വർഷ കാലഘട്ടം ഞാനിവിടെ പുതിയ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് പുതിയ ഏതൊരു സ്ഥലത്തോട്ട് വരുമ്പോഴും ഒരു
പകപ്പുണ്ടാവും, ഒരു എന്ന ചേട്ടനൊരു പിടുത്തലാത്തൊരവസ്ഥ ഉണ്ടാവും. ഞാൻ വന്നു, എനിക്ക് അറിയുന്നില്ല, വലിയ ജനം, വലിയ വലിയ ഉയർന്ന സമൂഹം, നമ്മുടെ സാധാരണക്കാർ ഇവിടെ വരുമ്പോൾ നല്ല ഡ്രസ്സ് പോലും ധരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ എനിക്കറിയാമായിരുന്നു ഇതിനൊക്കെ ഉപരിയാണ് ദൈവം. ഞാൻ വളരെയധികം ശക്തമായിട്ട് ദൈവത്തിൽ ഉറച്ചു നിന്നു. ദൈവം പറയുന്നത് പോലെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. ഞാനായിട്ടൊരു ആക്ഷനും എടുക്കുന്നില്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അപ്പോൾ ദൈവം ഓരോ മേഖലകളിലേക്ക് എന്നെ വളർത്തുകയും ചിലർ പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നെങ്കിലും എൻ്റെ ഉൾപ്രേരണകളെ ഞാൻ ഫോളോ ചെയ്തു. തിരിച്ചു പറയരുത്, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ നീ ഏറ്റെടുക്കുക, നീ ആ വഴിക്ക് പോവുക, ആ വഴിക്ക് പോകാതിരിക്കുക. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നുള്ള കിട്ടുന്ന ശക്തി കൊണ്ട് ഞാൻ ഈ ഒരു ജീവിതത്തെ ഫേസ് ചെയ്തു. ഈ സമയത്ത് ഞാൻ കട്ടിച്ചിറക്കി ക്ഷമിച്ച നമ്മളെ കൊണ്ട് പറ്റണില്ല. എന്നിട്ട് ഞാൻ കർത്താവേ എന്ന് പറഞ്ഞ് ക്ഷമിച്ച അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. അതായത് ഞാൻ സഹിച്ചിട്ടുണ്ട്, ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, ഞാൻ കുറവുള്ള ആളാണ് കേട്ടോ. എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞാൻ കുമ്പസാര വീട്ടിലേക്ക് ഓടേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ ക്ഷമ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ എന്നെ പോറ്റിയത് എൻ്റെ ദൈവമാണ്. ഈ മനുഷ്യരെന്നെക്കുറിച്ച് എന്തൊക്കെ അവിടെ കിടന്ന് പറയുകയോ എടുക്കുകയോ എന്തൊക്കെ ചെയ്താലും ഞാൻ ദൈവത്തിൽ എൻ്റെ ശ്രദ്ധ വെച്ചതുകൊണ്ട് ഒരു കുറവുമില്ലാതെ കർത്താവ് എന്നെ നോക്കിയിട്ടുണ്ട്. ഇപ്പം മനുഷ്യർ പറയുവാണ് അവൾക്കത് കൊടുക്കണ്ട കേട്ടോ, അത് കൊടുക്കട്ടെ, അവളത് ശരിയല്ല, അവൾക്കത് കൊടുക്കണ്ട എന്ന് പറയുവാണ്. പക്ഷേ അവർ പറഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നെഗറ്റിവിറ്റി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കണം. അതാണ് എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം. മനുഷ്യനല്ല എൻ്റെ ജീവിതത്തിൽ നിന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ക്ഷമിക്കാനും മറക്കാനും വെറുക്കാതിരിക്കാനും. അതായത് നന്ദിയില്ലായ്മയൊക്കെ കാണുമ്പോൾ നന്ദിയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ അല്ല, നമ്മൾ ദൈവത്തോടും നന്ദിയൊന്നും അത്ര കാണിക്കുന്നില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കണ്ടുപിടിച്ചിട്ട്, ഇപ്പം നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ദൈവം എന്നോട് ക്ഷമിച്ചല്ലോ, ദൈവം എൻ്റെ തെറ്റുകൾക്ക് ക്ഷമിച്ചല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ദിവസങ്ങളെയും സാരമില്ല. ഇപ്പം എനിക്ക് ഒരാളുണ്ട്, എൻ്റെ ഒരു സൗഹൃദത്തിലുള്ളതാണ്. ഭയങ്കര കാപട്യത്തോടുകൂടിയാണ് പെരുമാറുക. എനിക്കാണെങ്കിൽ ഇത് മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഞാൻ വിചാരിക്കും ഇനി അവളുടെ അടുത്തേക്ക് പോയില്ല, ഇനി ഇവരായിട്ട് കണക്ഷൻ എങ്കിൽ നുണയാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ 2 ദിവസം അവിടേക്ക് പോവാതിരുന്നപ്പോൾ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടാവാൻ തുടങ്ങി. ഞാൻ വിവേകത്തോടെ പെരുമാറണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ സ്നേഹിക്കുക എന്നത് എൻ്റെ സ്വഭാവമാണ്. എല്ലാവരോടും നന്ന രീതിയിൽ പെരുമാറുക എന്നത് നമ്മുടെ സ്വഭാവമാണ്. നമ്മൾ ആ സ്വഭാവം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ പ്രത്യേകതകൾ കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കാണ് ആ ഒരു ക്വാളിറ്റി നഷ്ടമാവുന്നത്. അപ്പോൾ സ്നേഹിക്കാൻ അറിയാവുന്ന ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അതെൻ്റെ സ്വഭാവമാണ്. അപ്പം നിങ്ങൾ എന്താണോ നിങ്ങൾ അത് തന്നെ ആയിരിക്കുക. നിങ്ങളിലേക്ക് ഇരുട്ടിനെ കൊണ്ടുവരാൻ നിങ്ങളെ ചൊടിപ്പിക്കുക എന്ന് പറയില്ല, നിങ്ങളെ പാപത്തിൽ വീഴിക്കാൻ പ്രലോഭനമായോ നിങ്ങളെ ഒരു ടെംപ്റ്റേഷൻ തരികയാണെന്ന് വഴക്കിടാൻ നിങ്ങളെ ടെംപ്റ്റേഷൻ തിരിച്ച് പറയണ വരെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ നാവിൻ്റെ ഒരു വിശുദ്ധി നഷ്ടപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ പേടിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞ് പറയാം, നിങ്ങളുടെ കുറ്റങ്ങൾ പറയാം, നിങ്ങളുടെ കുറവുകൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഇൻസെക്യൂർഡാവും, നിങ്ങളുടെ ഈഗോ വർക്ക് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾ തിരിച്ചു പറയാനും ഇടപെടാനൊക്കെ തുടങ്ങും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഒന്നും ചെയ്യണ്ട. അത് എളുപ്പമല്ല, ഓരോ പ്രാവശ്യം അതിനൊരു വലിയ കൃപ കിട്ടി നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. പക്ഷേ ഇതിനൊക്കെ, അതായത് അവരെന്തവിടെ കിടന്ന് ചെയ്താലും ഇതിനൊക്കെ മുകളിലൂടെ കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയും നിങ്ങൾക്ക് വേണ്ട എല്ലാം കർത്താവ് തരും. അപ്പോൾ അവന് കൊടുത്ത പോലെ ഇവന് കൊടുത്ത പോലെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അവന് സാലറി കൂട്ടി കൊടുത്തു, നിനക്ക് സാലറി കുറച്ച് കിട്ടി, അതൊന്നും അല്ല അവിടുത്തെ വിഷയം. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്ന് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു ജീവിതത്തെ ഞാൻ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ദൈവത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചിട്ടുള്ളപ്പോഴെല്ലാം ഒരു പെർഫെക്റ്റ് ലൈഫാണ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ദൈവം പോറ്റിയിട്ടുണ്ട്. ദൈവം ഒരു കുറവും വരാതെ നമ്മളെ നോക്കിയിട്ടുണ്ട്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരു വർഷം അവസാനിക്കാൻ പോകുമ്പോൾ ഈ ഒരു വർഷത്തെ മാത്രമല്ല നമ്മൾ വിലയിരുത്തേണ്ടത്, ദൈവം എന്നതിലേക്ക് വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ എല്ലാ മാറ്റങ്ങളെയുമാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത്. ഇനി നിങ്ങൾ ദൈവത്തിലേക്ക് വന്നിട്ടില്ല, ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ സ്ട്രഗിളുകളൊക്കെ. ലോകം നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആത്മീയതയിലേക്ക് വരാനുള്ള ഒരു വഴിയായിട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങൾ ദൈവത്തെ വിളിക്കാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങൾ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോകം ഇനി എന്തൊക്കെ ദുരിതങ്ങൾ തരാൻ നിങ്ങളെ ശ്രമിച്ചാലും നിങ്ങൾ തോൽക്കില്ല. നിങ്ങൾ അതിനെ മറികടന്ന് മുന്നോട്ട് വരും. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു സാധാരണ വ്യക്തി, ഞാൻ ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ പേര് ദൈവം എവിടെ എഴുതണം എന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവിടെ എഴുതും. ഞാനൊരു ചെറിയ ഫോൺ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ
ദൈവം എവിടേക്ക് ദൈവം എന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാലും ദൈവത്തിന് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ടതും ഞാൻ കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടതും എൻ്റെ ഉള്ളിലെ ആത്മാവിന് എങ്ങനെയാണ് അത് പോകുന്നത്, അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇപ്പം എന്താണ്. എൻ്റെ ആത്മാവ് ശുദ്ധിയുള്ളതാണോ, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിൽ ഇരുട്ട് നിറയുന്നുണ്ടോ, എനിക്ക് വെറുപ്പുണ്ടോ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ, എനിക്ക് പ്രതികാര ചിന്തയുണ്ടോ, എനിക്ക് ഈ കാപട്യമുള്ള ഒരു ഇത് വരുന്നുണ്ടോ. അപ്പം ഇതൊന്നും ഇല്ലാതെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവും. കാരണം ഇതെല്ലാം ഉള്ളവരുടെ ഇടയിൽ ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവും. ഒന്ന് പുകഴ്ത്തി പറയാതെ നിങ്ങൾക്ക് ജീവിക്കാനൊക്കെ വലിയ പാടാണ്. അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാനും അസൂയയും കുശുമ്പും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയാനൊക്കെ ടെൻഡൻസികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വേണ്ട പറയുന്നില്ല എന്ന് വെച്ചാലും നിങ്ങൾക്ക് നന്മ ചെയ്യാൻ തീരുമാനിച്ചാലും നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ ഇതിനെല്ലാം നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ മറികടന്ന് പോകണം. ഞാൻ വലിയ വിപ്ലവാത്മകമായി ഇതൊന്നും നമ്മളെ ബാധിക്കരുതെന്നൊന്നും പറയില്ല. കാരണം അറിയാണ്ട് നമ്മളൊരു 2 കുറ്റമൊക്കെ പറഞ്ഞു പോകും. അപ്പം ശ്രമിക്കുകയാണ്. അപ്പം അതിനെ മറികടന്ന് പോകുമ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ഈ പ്രശ്നങ്ങളുടെ ഇടയിലെല്ലാം നിങ്ങളെ കരുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരും. മനുഷ്യൻ തീരുമാനിക്കുന്നതല്ല. അതായത് മനുഷ്യൻ വിചാരിക്കും ഇവൾക്ക് അത് കൊടുക്കരുത്, ദൈവം നമുക്ക് അതിനേക്കാളും വലുതായിരിക്കും വെച്ചിട്ടുണ്ടാവുക. മനുഷ്യൻ അങ്ങനെ ഒന്നും തടയാനൊന്നും കഴിയില്ല. മനുഷ്യന് അതിന് മാത്രം മനുഷ്യന് നമ്മൾ അധികാരം കൊടുക്കണ്ടയോ, അതിന് മാത്രം നമ്മൾ മനുഷ്യനെ പേടിക്കേണ്ടയോ ഒന്നും കാര്യമില്ല. നല്ല മനുഷ്യരുണ്ട്, ചീത്ത മനുഷ്യരുണ്ട്. ദൈവം നല്ല മനുഷ്യരെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തോളും. ചീത്ത മനുഷ്യരെ ഉപയോഗിച്ച് പിശാചി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അസ്വസ്ഥതകൾക്കും ആകുലതകൾക്കും നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ചിലപ്പോൾ ഇടപെടും എന്ന് നിങ്ങൾക്ക് തോന്നണമെന്നില്ല. കാരണം ദുഷ്ടനെ പന പോലെ വളർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായി അവർ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പക്ഷെ കുഴപ്പമില്ലെന്ന് ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടൊക്കെയാണ് ചിലതൊക്കെ ഇങ്ങനെ മാറി പോയിട്ടുള്ളത്. പക്ഷെ ഇന്നേ വരെ അപ്പം പോയിട്ടിട്ടുണ്ട്. തരാനുള്ള അനുഗ്രഹങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഉയർത്തേണ്ട സമയത്ത് ഉയർത്തിയിട്ടുണ്ട്, മാറി നിൽക്കേണ്ട സമയത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. എൻ്റെ സോളിന്, എൻ്റെ ആത്മാവിന്, എനിക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയാവുന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ ജീവിതത്തിനെ റീറൈറ്റ് ചെയ്ത് എൻ്റെ ജീവിതത്തിനെ ശരിയായ ദിശയിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് സ്ട്രഗിളുണ്ട്, സഫറിംഗ് ഉണ്ട്, സാക്രിഫൈസസ് ഉണ്ട്. പക്ഷെ എങ്കിലും അതൊരു മീനിങ് ആയിട്ടുള്ള ലൈഫ് തന്നെയാണ്. അപ്പോൾ ദൈവം നിങ്ങളെ 2025 ശക്തമായിട്ട് ഒരുക്കും. അതിന് നിങ്ങളെ വിട്ടുകൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ച് നന്ദി പറയണം. അടുത്ത വർഷത്തേക്കുള്ള പ്ലാനൊക്കെ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കണം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.